റിയ, സത്യത്തിൽ നിന്നെ വിളിക്കാതിരുന്നപ്പോഴാ എനിക്ക് നിന്നെ എത്ര ഇഷ്ടമുണ്ടെന്ന് മനസ്സിലായത്. ഒരു മാസം പോയിട്ട് ഒരു ദിവസം പോലും നിന്നെ എനിക്കിനെ വിളിക്കാറിയാൻ പറ്റൂല. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഈ റിലേഷനോട് താല്പര്യമില്ല. റിയ, നിനക്കതിന് പറ്റുമോ? അതെന്താ എനിക്ക് പറ്റാത്തത്? 1.5 മാസം വേണ്ടടാന്ന് തനിക്ക് പറയാൻ പറ്റുമായിരുന്നല്ലോ. ഇനിയിപ്പോ എത്ര വർഷം കഴിഞ്ഞാലും എനിക്ക് തന്നെ കാണണ്ട. അതൊന്ന് മുഖത്ത് നോക്കി പറയണായിരുന്നു. അതിനാ ഞാൻ വന്നത്. റിയ, ഞാൻ അന്നത് പറഞ്ഞത് നീ ഓക്കെ ആവാൻ വേണ്ടിയല്ലേ? നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ? അതെ, ഞാൻ ഓക്കെ ആയി. സത്യം പറഞ്ഞാൽ നീ ഇല്ലെങ്കിൽ ഞാനില്ലാന്നൊരു വിശ്വാസമായിരുന്നു എനിക്ക്. പക്ഷെ നിന്റെ 1.5 മാസം കണക്കുണ്ടല്ലോ, അതെന്നെ ഒരുപാട് പഠിപ്പിച്ചു. റിയ, താനിനി കൂടുതലൊന്നും പറയണ്ട. എനിക്ക് പറയാനുള്ളതെല്ലാം തന്റെ അടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി മേലെ എന്നെ കാണാൻ ശ്രമിക്കരുത്. എന്തായാലും എല്ലാത്തിനും താങ്ക് യു. ബൈ. ഹൃദയമേ എൻ ജീവനിൽ ഒരു ദൂത് വന്നു പറയാമോ? സ്നേഹമായി അലയുന്ന കാറ്റിന്റെ ഗതിയിൽ ഒന്നോടി വന്നെന്നെ പുണരൂ. നീ എന്താ വിചാരിച്ചേ ഞാൻ നിന്നെ ഇട്ടിട്ട് പോകുന്നു? എന്തായാലും 1 മാസം നീ എന്നെ വിഷമിപ്പിച്ചില്ലേ, അപ്പോ ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? ഇനി നിന്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി നിന്നോളാം. എടി, സത്യത്തിൽ നമ്മുടെ രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായി. നമുക്കെന്തായാലും അത് തിരുത്തിനി മുന്നോട്ട് പോവാം. ഓക്കെ അല്ലേ? ഓക്കെ.